ഒരു ഗ്രാമത്തിൽ കൂലിപ്പണിക്കാരനായ അച്ഛനും വീട്ടുജോലിക്ക് പോകുന്ന അമ്മയ്ക്കുമൊപ്പം മിഥുൻ എന്ന മിടുക്കനായ വിദ്യാർത്ഥിയും അവൻ്റെ 2 അനുജത്തിമാരും സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുടുംബം പുലർത്താനും മക്കളെ പഠിപ്പിക്കാനും അവർ കഠിനാധ്വാനം ചെയ്തു. മിഥുൻ +1 പഠിക്കുമ്പോൾ അനുജത്തിമാർ 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും +1 +2 കഴിഞ്ഞാൽ അച്ഛനെ പോലെ കൂലിപ്പണിക്ക് പോകേണ്ടി വരുമോ എന്നോർത്ത് മിഥുൻ ആശങ്കപ്പെട്ടു. തുടർ പഠനത്തിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്ത അവന് വല്ലാതെ അലട്ടി. എന്നാൽ ആ വിഷമഘട്ടത്തിൽ അവനെ തേടിയെത്തിയത് ഒരു സ്കോളർഷിപ്പായിരുന്നു. +2 പഠനം പൂർത്തിയാക്കിയ ശേഷം അവന് സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഈ സ്കോളർഷിപ്പ് വഴിയൊരുക്കി. ഈ സന്തോഷവാർത്ത കേട്ടപ്പോൾ മിഥുൻ്റെ മാതാപിതാക്കൾക്കും അനുജത്തിമാർക്കും അതിയായ സന്തോഷമായി. തുടർ പഠനത്തിനായി മിഥുൻ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. അവൻ്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും അവനെ നല്ലൊരു ഭാവിയുടെ പടിവാതിൽക്കൽ എത്തിച്ചേർക്കുകയായിരുന്നു. കോളേജ് പഠനത്തിനായി പട്ടണത്തിലെത്തിയ മിഥുൻ പഠനത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ഒഴിവു സമയങ്ങളിൽ അവൻ പാർട്ട് ടൈം ജോലിക്കും പോയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അവൻ മുടങ്ങാതെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി. മിഥുൻ്റെ കോളേജ് പഠനം വിജയകരമായി പൂർത്തിയായി. പഠനം കഴിഞ്ഞു ഉടൻ തന്നെ അവൻ ഒരു ഷോപ്പിൽ അക്കൗണ്ടൻ്റായി ജോലിക്ക് കയറി. അവിടെ നിന്ന് കിട്ടിയ ശമ്പളം വലുതായിരുന്നില്ല. എങ്കിലും അവൻ അത് മുടങ്ങാതെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ മിഥുൻ അയച്ചു കൊടുക്കുന്ന ചെറിയ തുക കൊണ്ട് മാത്രം അവരുടെ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഒരു ദിവസം മിഥുൻ താൻ ജോലി ചെയ്യുന്ന കടയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരു മുത്തശ്ശൻ റോഡിൽ കുഴഞ്ഞു വീഴാൻ പോകുന്നു. അവൻ ഒട്ടും ആലോചിക്കാതെ ഓടിച്ചെന്ന് മുത്തശ്ശനെ താങ്ങി ഒരു കസരയിലിരുത്തി വെള്ളം കൊടുത്തു. അക്കൗണ്ട് സെക്ഷനിൽ ബില്ല് ചെയ്യാനായ ആളുകൾ ബഹളം വെക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും മിഥുൻ ശ്രദ്ധിച്ചില്ല. മുത്തശ്ശനെ സുരക്ഷിതമായി ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിവിടാനാണ് അവൻ പോയത്. മോനെ, ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായോ? ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുൻപ് ആ വൃദ്ധൻ മിഥുനോട് ചോദിച്ചു. എന്തു ബുദ്ധിമുട്ട് മുത്തശ്ശ? മിഥുൻ സ്നേഹത്തോടെ മറുപടി നൽകി. ജോലിക്ക് എന്തെങ്കിലും പ്രശ്നമാകുമോ മോനെ? മുത്തശ്ശൻ വീണ്ടും സംശയം ചോദിച്ചു. ഇല്ല മുത്തശ്ശ, മുത്തശ്ശൻ ഈ ഓട്ടോയിൽ കയറിക്കോളൂ. ആ വൃദ്ധനെ സുരക്ഷിതനാക്കിയതിൽ മിഥുന് സന്തോഷമുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിഥുൻ അവധിക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ വീടിൻ്റെ ദയനീയാവസ്ഥ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കുടുംബത്തെ എങ്ങനെ രക്ഷിക്കാം എന്നവൻ നിരന്തരം ആലോചിച്ചു. മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തി കുടുംബത്തിന് താങ്ങും തണലും ആകണമെന്ന് അവൻ ഉറപ്പിച്ചു. അപ്രതീക്ഷിതമായി മിഥുൻ്റെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെയായി. ചികിത്സിക്കാൻ പോലും അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. 2 മാസത്തിനുള്ളിൽ അച്ഛന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മിഥുൻ പകച്ചുപോയി. അവൻ തിരിച്ച് ജോലിസ്ഥലത്തിലേക്ക് മടങ്ങി. വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഷോപ്പിലിരിക്കുമ്പോൾ ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, നിന്റെ പേര് മിഥുൻ എന്നല്ലേ? അവർ ചോദിച്ചു. അതെ, മിഥുൻ മറുപടി നൽകി. എന്നെ എങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ അറിയാം, അവർ പറഞ്ഞു. മോൻ്റെ വീട്ടിലെ ദാരിദ്ര്യം എല്ലാം എനിക്കറിയാം. എങ്ങനെയാണ് നിങ്ങൾക്കിതൊക്കെ അറിയാവുന്നത്? മിഥുൻ ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി ഒന്നും നൽകിയില്ല. പകരം ആ സ്ത്രീ അവനോട് പറഞ്ഞു, നീ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ ഈ ദാരിദ്ര്യം എല്ലാം മാറും. എൻ്റെ സ്വത്തുക്കളെല്ലാം നിനക്കും കൂടി ഉള്ളതാണ്. നിന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇത് കേട്ട് മിഥുൻ ഞെട്ടിപ്പോയി. മോൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും പോയി. വൃദ്ധയായ ആ സ്ത്രീയുടെ ആവശ്യം മിഥുൻ വീട്ടിൽ അറിയിച്ചപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് അതൊട്ടും അംഗീകരിക്കാനായില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ ഞാൻ കണ്ടിട്ടുള്ള ഏക വഴി ഇതാണ്, മിഥുൻ അവരോട് പറഞ്ഞു. മോനെ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണോ നീ? അവൻ്റെ അമ്മ വേദനയോടെ ചോദിച്ചു. അതിന് മിഥുൻ നൽകിയ മറുപടി കേട്ട് മാതാപിതാക്കൾ ഞെട്ടി. നശിപ്പിക്കുകയല്ലല്ലോ അമ്മേ, നമ്മുടെ കുടുംബം നന്നാവുകയല്ലേ? അതോർക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നാളെ എൻ്റെ മറുപടി അറിയാൻ അവർ വരും. ഞാൻ സമ്മതം പറയാൻ പോവുകയാണ്. അച്ഛൻ്റെ ഓപ്പറേഷനിൽ ഇതല്ലാതെ വേറെ വഴിയില്ല അമ്മേ. എല്ലാം കേട്ട് അവൻ്റെ മാതാപിതാക്കളും സഹോദരിമാരും സങ്കടം കൊണ്ട് ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ നിസ്സഹായരായി അവർ ശരിയെന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം ആ വൃദ്ധയായ സ്ത്രീ മിഥുൻ്റെ സമ്മതം അറിയാനെത്തി. മിഥുൻ സമ്മതം അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, നാളെ തന്നെ നീ നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണം. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ വിവാഹമാണ്. മിഥുൻ അതിനും സമ്മതിച്ചു.
ആ വൃദ്ധ ഇറങ്ങാൻ നേരം മിഥുൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? വീട് എവിടെയാണ്? അതിന് ആ വൃദ്ധ നൽകിയ മറുപടി കേട്ട് അവൻ ഞെട്ടിപ്പോയി. പേര് രാജലക്ഷ്മി, വീട് പാലക്കാട്, ലക്ഷ്മി വിലാസ് കൊട്ടാരം. കൊട്ടാരമോ? മിഥുൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധ അവിടെ നിന്നും പോയി. ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയ മിഥുൻ മാതാപിതാക്കളോട് താൻ പാലക്കാട് കൊട്ടാരത്തിലേക്ക് പോവുകയാണെന്നും അവിടുത്തെ രാജ്ഞിയെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതും അറിയിച്ചു. ഇത് കേട്ട് മാതാപിതാക്കൾ ഞെട്ടിയെങ്കിലും അവർക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം തങ്ങളുടെ മകൻ ഒരു വൃദ്ധയെയാണ് വിവാഹം ചെയ്യുന്നത്. എല്ലാം നല്ലതിനു വേണ്ടി ആയിരിക്കാം എന്ന് പറഞ്ഞ് മിഥുൻ മാതാപിതാക്കളെയും സഹോദരിമാരെയും സമാധാനിപ്പിച്ചു. തുടർന്ന് മിഥുന്റെ വിവാഹം ആർഭാടപൂർവ്വം നടന്നു. വിവാഹശേഷം ആ വൃദ്ധ അവനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി കൊട്ടാരത്തിലെ ബെഡ്റൂമിലിരുന്ന് മിഥുൻ പലതും ആലോചിച്ചു. ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയോടൊപ്പം എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്ന ചിന്ത അവന് വല്ലാതെ അലട്ടി. സങ്കടത്തോടെ അവൻ ഇരിക്കുമ്പോഴാണ് ആ വൃദ്ധ റൂമിലേക്ക് കടന്നു വന്നത്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം, അവർ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അവൻ മറുപടി നൽകി. ഏറെ നേരമായിട്ടും അവരെ കാണാതായപ്പോൾ മിഥുൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവിടെ അവൻ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. സുന്ദരിയായ ഒരു യുവതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 22 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന അതീവ സുന്ദരിയായ ഒരു പെണ്ണ്. അവളോട് മിഥുൻ ചോദിച്ചു, എൻ്റെ ഭാര്യ എവിടെയാണ്? ഞാനാണ് നിങ്ങളുടെ ഭാര്യ. ആ യുവതിയുടെ മറുപടി കേട്ട് മിഥുൻ ഞെട്ടിപ്പോയി. ഞാൻ 70 വയസ്സുകാരിയായി വേഷം മാറി നിങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ്. എന്തിന്? മിഥുൻ ചോദിച്ചു. എൻ്റെ മുത്തശ്ശൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ മണവാളൻ നല്ലതാണോ എന്നറിയാൻ അവൾ വിശദീകരിച്ചു. നിങ്ങൾക്ക് വേണ്ടി എന്നെ കണ്ടെത്തിയെന്നോ? മിഥുൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ, എൻ്റെ മുത്തശ്ശനെ നിങ്ങൾക്കറിയാം, അവൾ തുടർന്നു. ഒരു ദിവസം റോഡിൽ കുഴഞ്ഞു വീഴാൻ പോയ മുത്തശ്ശനെ താങ്ങി ഭദ്രമായി വീട്ടിലേക്ക് എത്തിച്ചത് നിങ്ങളാണ്. അത് കേട്ടപ്പോൾ അവൻ ഞെട്ടി. പിറ്റേ ദിവസം മുത്തശ്ശൻ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കണ്ടെത്തി. അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയത്. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി എൻ്റെ പ്രായം പോലും നോക്കാതെ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതം മൂടിയ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യയെയും നല്ലപോലെ നോക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്, അവൾ തുടർന്നു. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരിമാരെയും നാളെ തന്നെ ഈ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അവർ ഇവിടെ നമ്മുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ. ഇത് കേട്ടതും മിഥുന്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ നമുക്ക് ഉടൻ തന്നെ നടത്തുകയും ചെയ്യാം. ഇതുകൂടി കേട്ടപ്പോൾ മിഥുന്റെ നിയന്ത്രണം വിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. പിറ്റേ ദിവസം തന്നെ മിഥുനും രാജലക്ഷ്മിയും മിഥുന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തി നടന്ന സംഭവങ്ങളെല്ലാം അവർ വീട്ടുകാരെ അറിയിച്ചു. എല്ലാം കേട്ട് അവർ ഞെട്ടിയെങ്കിലും മകന് ലഭിച്ച ഈ പുതിയ ജീവിതത്തിൽ അവർ അതീവ സന്തോഷത്തിലായിരുന്നു. പിന്നീട് മിഥുൻ തന്റെ മാതാപിതാക്കളെയും സഹോദരിമാരെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരം കണ്ടപ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. അച്ഛൻ്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി. മിഥുന്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്തു. അങ്ങനെ മിഥുനും രാജലക്ഷ്മിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ തുടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.